ഫ്ലക്സ് യുദ്ധം തുടങ്ങുകയാണ്. വി ഡി സതീശനു വേണ്ടി കൊല്ലത്തും ഫ്ലക്സ് ബോർഡ്. മൺട്രോ തുരുത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ വെച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൺട്രോ തുരുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. മനോജുണ്ട് വിശദാംശങ്ങളുമായി. മനോജ്, കൊല്ലത്ത് RCയുടെ ഒരു ഫ്ലക്സ് ബോർഡിന്റെ വാർത്ത മനോജ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ച് തീർന്നതേ ഉള്ളൂ. അതിനിടെ ഇതേ വി ഡി സതീശനു വേണ്ടി അടുത്ത ഫ്ലക്സ് ബോർഡ്. ഇനി KCക്കും കൂടി മതി. ശ്യാം, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സ് ബോർഡിന്റെ വാർത്ത കൊടുത്തതിന് പിന്നാലെ തന്നെ അവിടെ വീണ്ടും ഒരു ഫ്ലെക്സ് ബോർഡ് രമേശ് ചെന്നിത്തലയ്ക്കായി KSU പ്രവർത്തകർ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മൺട്രോ തുരുത്തിൽ VD സതീശനായിട്ടുള്ള ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിനുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ കൊല്ലത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉയർന്നിരുന്നു. എന്തായാലും കൊല്ലം ജില്ലയിലെ നഗരത്തിലും അതോടൊപ്പം തന്നെ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ തട്ടി നടക്കാനാവാത്ത ഒരു സ്ഥിതിയായിട്ടുണ്ട്. കാരണം ഈ നേതാക്കളുടെ ചിത്രങ്ങൾ വച്ചുകൊണ്ട് അതിനു വേണ്ട ക്യാപ്ഷൻ ഒക്കെ ആയി ഓരോ മണ്ഡലം കമ്മിറ്റിയും KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ അങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് പ്രചരണം ശക്തമാക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലി അങ്ങനെ ശക്തമായി തുടരുമ്പോൾ പ്രവർത്തകരും അതേ ഒരു ഊർജ്ജത്തിൽ തന്നെയാണ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്കായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ വച്ചു കഴിഞ്ഞാൽ മൺട്രോ തുരുത്ത് മണ്ഡലം കമ്മിറ്റിയാണ് ഇന്ന് VD സതീശൻ്റെ ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത്. ഇതിനൊക്കെ ക്യാപ്ഷൻ, അതായത് പട നയിച്ചവൻ കേരളം നയിക്കട്ടെ എന്നുള്ളതാണ് VD സതീശൻ്റെ ക്യാപ്ഷൻ. അതോടൊപ്പം തന്നെ ജനപക്ഷ നേതാവെന്ന് ഉയർത്തിക്കാട്ടി രമേശ് ചെന്നിത്തലയുടെ ചിത്രം വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ, KC വേണുഗോപാലിൻ്റെ ചിത്രം വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ. എന്തായാലും ഈ തർക്കം അങ്ങനെ തുടരുമ്പോൾ ജനങ്ങൾ കൺഫ്യൂഷനിലാണ്. കാരണം ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. കാരണം കോൺഗ്രസിന് ഉള്ളിലുള്ള വിഭാഗീയത അത് നേരത്തെ തന്നെ വ്യക്തമാണ്. അത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് പരസ്യമായി തന്നെ ഞങ്ങൾ ഈ നേതാവിന് പിന്തുണ കൊടുക്കുന്നെങ്കിൽ മറ്റു വിഭാഗം മറ്റ് നേതാക്കൾക്ക് പിന്തുണ കൊടുക്കുകയാണ്. എന്തായാലും NSSൻ്റെയും SNDPയുടെയും നിലപാടുകൾ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു വിഭാഗീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയിലാണ് ജനങ്ങളൊക്കെയും. ഹൈക്കമാൻഡ് തീരുമാനം എത്തരത്തിലായിരിക്കും, പിന്നീട് അതിന് പിന്നാലെയുള്ള പ്രതിഷേധങ്ങളും കൊഴിഞ്ഞുപോക്കും ഒക്കെ എത്തരത്തിലായിരിക്കുമെന്നുള്ള എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അടി തുടരുകയാണ്.